പലർക്കും അറിയാത്ത അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യമാണ് ജംഅ് ഖസ്ർ എന്ന് പറയുന്നത്. ഖസ്ർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആക്കുക എന്നാണ് അർത്ഥം. അത് 3 നിസ്കാരങ്ങൾക്കാണ് ബാധകം. 4 റക്അത്തുള്ള ളുഹർ, അസർ, അതേപോലെ തന്നെ ഇശ. ഇതിനെ 2ആയി നിസ്കരിക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയുന്നത്. ഇത് യാത്രയിലാണ് നമുക്ക് അനുവാദമുള്ളത്, അതല്ലാത്ത സമയത്തില്ല. ജംഅ് എന്ന് പറയുന്നത് 2 വക്തിനെ ഒരുമിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ്. അത് ളുഹറും അസറും ഒന്നുകിൽ ളുഹറിന്റെ സമയത്ത് അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് നിസ്കരിക്കാം. അതേപോലെ മഗ്രിബും ഇശയും ഒന്നുകിൽ മഗ്രിബിന്റെ അല്ലെങ്കിൽ ഇശയുടെ സമയത്ത് നിസ്കരിക്കാം. ഇതാണ് ജംഅ്. ഇശ സുബിയോടൊപ്പം സുബി ളുഹറിനോടൊപ്പം ഒന്നും ജംഅ് ഇല്ല. അപ്പൊ ഈ ജംഅ് യാത്രയിലാണ് അനുവാദം ഉള്ളത്. അതുപോലെ ചില സാഹചര്യങ്ങൾ, പ്രത്യേക സാഹചര്യങ്ങളിലും ജംഅ് അനുവാദമുണ്ട്. ഖസ്ർ എന്നാൽ യാത്രയിലാണ് അനുവാദമുള്ളത്. 80 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഉള്ള ഒരു 1 വേ യാത്ര നമുക്കുണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നല്ല, നമ്മുടെ മഹല്ല് വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തുന്നത് വരെയുള്ള സമയങ്ങളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അതിനെ ഖസ്റാക്കി നിസ്കരിക്കാം. ആവശ്യമുണ്ടെങ്കിൽ ജമ്മാക്കിയിട്ടും നിസ്കരിക്കാം. ഇതാണ് ജമ്മും ഖസ്റുമായിട്ട് ചുരുങ്ങിയ രൂപത്തിൽ പറയാനുള്ളത്. വിശദമായി പഠിക്കുക.